ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഗവർണർക്കെതിരെ CPIM-ഉം രംഗത്തെത്തി. എന്നാൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന തുടരുമെന്നാണ് ഗവർണറുടെ നിലപാട്. ബംഗാൾ രാജ്ഭവനിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ തീരുമാനമായി. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യവിഷയമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത്. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന പതിവാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ച് CPIM രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരായ നിലപാട് ഘടിപ്പിച്ച് CPIM ശക്തമായ രംഗത്തുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതമാതാവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു RSS കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ ഗവർണർ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടരാൻ പശ്ചിമബംഗാൾ രാജ്ഭവനും തീരുമാനിച്ചു. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം.